അങ്ങനെ ചെറിയ രീതിയിൽ ഈ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ കഠിനമായി പരിശ്രമിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും. ശരിയാണോ? ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെടുക എന്ന് പറയും. അങ്ങനെ വരാൻ പറ്റില്ല. ദൈവം ഒരു ദിവസം പോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ ദൈവം അങ്ങനെ വരും. അങ്ങനെ ഒരു ദൈവത്തിന് ഒരാളുടെ അടുത്തും വരാൻ കഴിയില്ല. അപ്പൊ ദൈവം സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? ദൈവം അതിന് ചില ആളുകളെ നിയോഗിക്കും. അങ്ങനെ ദൈവ നിയോഗം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന നമ്മുടെ ഗ്രേറ്റ് റോയൽ ഡയമണ്ട് മിസ്റ്റർ മുബീൻ മുഹമ്മദ് സാർ. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹമാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റിയും ഇതിന്റെ വലിപ്പവും ഇതിന്റെ സാധ്യതയെല്ലാം ആദ്യമായി എൻ്റെ മുമ്പിൽ തുറന്നു കാണിച്ചു. പക്ഷെ അപ്പോഴും എനിക്കൊരു സംശയം. പുള്ളി അതിനോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: പ്രസാദ് സാർ, ഇത് കച്ചവടമാണ്. വിറ്റാ കാശ് കിട്ടും, വിപ്പിച്ചാ കാശ് കിട്ടും. സാധനങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് മേടിച്ച് വിൽക്കുന്നതും വിപ്പിക്കുന്നതുമാണ് കച്ചവടം. അത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും മറ്റാര് ചെയ്താലും അതിനൊറ്റ പേരുള്ളത് ബിസിനസ്. അദ്ദേഹം പറഞ്ഞ രണ്ടാമതൊരു പോയിന്റ്, ഇനി വരാൻ പോകുന്ന കാലഘട്ടം ലക്ഷങ്ങളും കോടികളും മുടക്കി ബിസിനസ് ചെയ്യുന്നവന്റെ കാലഘട്ടമല്ല, മറിച്ച് ടെക്നോളജിയും ബുദ്ധിയും ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നവന്റെ കാലമാണ് വരാൻ പോകുന്നത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് 9 വർഷം മുമ്പാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് വിശ്വസിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റി എന്നുള്ളിടത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ്